ഹലോ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. CUT UG എൻട്രൻസ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ +2 ശേഷം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകളിലൊന്നാണ് CUT UG എന്ന് പറയുന്നത്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? 2024 മെയ് മാസത്തിലാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ വർഷത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. CUET UG 2024. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ എൻട്രൻസ് എക്സാമിനേഷനുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ എൻട്രൻസ് എക്സാമിനേഷനും സംഘടിപ്പിക്കുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്, NTA ആണ്. അപ്പോൾ NTA സംബന്ധിച്ചിടത്തോളം NTA സംഘടിപ്പിക്കുന്ന എൻട്രൻസ് എക്സാമിനുകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പരീക്ഷകളിലൊന്നാണ് CUT UG. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെയാണ് നീറ്റ് എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്നത്, JEE നടത്തുന്നത്, UGC നെറ്റ് എക്സാമിനേഷൻ നടത്തുന്നത്. ഇങ്ങനെയുള്ള പല പരീക്ഷകളും NTA തന്നെയാണ് നടത്തുന്നത്. സ്വാഭാവികമായിട്ടും NTA സംബന്ധിച്ചിടത്തോളം NTA നടത്തുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരീക്ഷകളിലൊന്നാണ് ഈ പറയുന്ന CUT UG എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം അറൗണ്ട് 28 lakh സ്റ്റുഡൻസ് എക്സാമിനേഷന് വേണ്ടി ഇരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഈ വർഷത്തെ CUETയിൽ ചില പ്രത്യേകതകൾ, മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്മിങ് ഇൻ ടു ഹൈബ്രിഡ് മോഡ് എന്നതാണ്. ഹൈബ്രിഡ് മോഡ് എന്ന് പറയുന്ന സമയത്ത് നേരത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാമിനേഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. CBT മോഡൽ ഓഫ് എക്സാമിനേഷൻ ആയിരുന്നു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ CBT ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സെൻറ്റർ പ്രിഫറൻസ് കൊടുക്കുന്നു. സെൻറ്റർ പ്രിഫറൻസ് എന്ന് പറയുന്ന സമയത്ത് കമ്പ്യൂട്ടർ സെൻറ്ററുകളുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ നമുക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വിദ്യാർത്ഥികളെ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ഒരേ ദിവസം ഒരേ സമയം പരീക്ഷയ്ക്ക് ഇരുത്തുക എന്നുള്ളത് വലിയ പ്രയാസകരമായിട്ടുള്ള സംഗതിയായിരുന്നു. അതുകൊണ്ട് വ്യത്യസ്ത ഷിഫ്റ്റുകളിലായിട്ടായിരുന്നു പരീക്ഷകൾ നടന്നിരുന്നത്. ഈ പറയുന്ന ഷിഫ്റ്റുകൾ എന്ന് പറയുന്ന സമയത്ത് ഒരു പരീക്ഷ തന്നെ, ഉദാഹരണത്തിന് സെക്ഷൻ 1A ഇംഗ്ലീഷ് എന്ന് പറയുന്ന പരീക്ഷ എല്ലാ ദിവസങ്ങളിലുമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷ എല്ലാ ദിവസവും നടത്തേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? അത് പിന്നീട് പെർസെൻറ്റേജ് സ്കോറിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ്. അപ്പോൾ അതിലൂടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇതിൽ നിന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുതിയൊരു ഫോർമാറ്റിലേക്ക് വരും. പുതിയ ഫോർമാറ്റ് അല്ല, നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിലേക്ക് വരുന്നു. ദേ ആർ ട്രൈയിങ് OMR, അതായത് കൂടുതൽ ഹയർ രജിസ്ട്രേഷനുള്ള സബ്ജക്റ്റുകളിലേക്ക്, ഹയർ രജിസ്ട്രേഷനുള്ള സബ്ജക്റ്റുകളിൽ OMR പരീക്ഷയായിരിക്കും നടക്കുക എന്നുള്ള. അപ്പോൾ OMR പരീക്ഷ നടക്കുമ്പോൾ എന്താണ് അതിനുള്ള സൗകര്യം? 2 സൗകര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ദിവസം തന്നെ ഒരേ സമയത്ത് തന്നെ പരീക്ഷ നടത്താനുള്ള ഓപ്ഷൻ ഉണ്ടാകും. കാരണം ഈ പറയുന്ന OMR പരീക്ഷ എന്ന സമയത്ത് കമ്പ്യൂട്ടർ സെൻറ്ററിൻ്റെ ആവശ്യമില്ല, കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല, ഓൺലൈൻ സംവിധാനത്തിൻ്റെ ആവശ്യമില്ല. പേപ്പർ OMR എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത്, ഇപ്പോൾ നീറ്റ് എക്സാമിനേഷൻ അതുപോലെ ഒരു പരീക്ഷയാണ്. നീറ്റ് എക്സാമിനേഷൻ ഇന്ത്യയിലെ എല്ലാ സെൻറ്ററുകളിലും ഒരേ സമയത്ത് ഒരേ ദിവസമാണ് പരീക്ഷ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നു, നീറ്റ് എക്സാമിനേഷൻ നടത്തുന്നത് പോലെ തന്നെ കംപ്ലീറ്റ്ലി ഓൺലൈൻ എന്നുള്ളത് ഓഫ്ലൈനിലേക്ക് മാറുക എന്നല്ല പറയുന്നത്, കംപ്ലീറ്റ്ലി. കാരണം നീറ്റ് പോലെ വളരെ ചുരുങ്ങിയ സബ്ജക്ട്സ് മാത്രമല്ല. സെക്ഷൻ 1A സബ്ജക്ട്സ് ഉണ്ട്, സെക്ഷൻ 1B സബ്ജക്ട്സ് ഉണ്ട്, ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്ട്സ് ഉണ്ട്, ജനറൽ ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ഏകദേശം 60-ലധികം സബ്ജക്ട്സ് വ്യത്യസ്ത വിഷയങ്ങളായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹയർ രജിസ്ട്രേഷന് വരുന്ന സബ്ജക്റ്റുകളെ സ്വാഭാവികമായും ഈ പറയുന്ന OMR പരീക്ഷയിലേക്ക് വരുന്നുള്ളതാണ്. ഇത് മറ്റൊരു ഗുണം കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഒരു ദിവസം പരീക്ഷ നടത്താം. പരീക്ഷയുടെ ദിവസത്തിൻ്റെ ദൈർഘ്യം കുറയ്ക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക്, ഇപ്പം വളരെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി കുറഞ്ഞ റൂറൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷ എഴുതണമെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആവുന്ന സമയത്ത് ലോങ്ങർ ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുകയും വളരെ ദൂരത്ത് സഞ്ചരിച്ചുകൊണ്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുകയും ഒരുപക്ഷെ ഇൻ്റർ സ്റ്റേറ്റിലേക്ക് വരെ പോവേണ്ട, തൊട്ടടുത്തുള്ള സ്റ്റേറ്റിലേക്ക് വരെ പോകേണ്ട സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കി കിട്ടാൻ വളരെയധികം സഹായിക്കും എന്നതാണ്.
ഹയർ രജിസ്ട്രേഷൻ ഉള്ളത് OMRലേക്ക് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമായിട്ട് പറയുന്ന സംഗതി എന്ന് പറയുന്നത് 10 സബ്ജക്ട്സ് നേരത്തെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. 10 സബ്ജക്ട്സ് എന്നുള്ളത് എന്താക്കി? 10 സബ്ജക്ട്സ് എന്നുള്ളത് 6ലേക്ക് ചുരുക്കുന്നു. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാനുള്ള സാധ്യത, അതായത് നിങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞ വർഷം വരെ ഓപ്ഷൻ 10 വിഷയങ്ങൾ വരെ കൊടുക്കായിരുന്നു. സെക്ഷൻ 1 എത്രയും കൊടുക്കാം, സെക്ഷൻ 2 കൊടുക്കാം, സെക്ഷൻ 3 ജനറൽ ടെസ്റ്റ് കൊടുക്കാം, എല്ലാം കൊടുക്കാമായിരുന്നു. ഇത് ചുരുക്കി 6 സബ്ജക്റ്റിലേക്ക് വരുന്നു. ഇതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ 10 ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യും, എല്ലാവരും കൊടുക്കും, 10 ഓപ്ഷൻ കൊടുക്കും. കാരണം ഈ പറയുന്ന പോലെ അഥവാ കിട്ടിയാലോ എന്നുള്ള ഉദ്ദേശത്തിൽ 10 ഓപ്ഷൻ കൊടുത്തു പോകുന്നതാണ്. അപ്പോൾ ഈ 10 ഓപ്ഷൻ കൊടുക്കുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ, അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, ഹാൾ ടിക്കറ്റ്, എക്സാമിനേഷൻ നടത്തുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് വരും. പക്ഷേ കുട്ടികൾ 4, 5, 6 സബ്ജക്ട്സ് മാത്രമേ എഴുതുന്നുള്ളൂ എന്നുള്ളതാണ് ഡാറ്റ പ്രകാരം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് 6 സബ്ജക്റ്റിലേക്ക് വരുന്നു. ഈ 6 സബ്ജക്ട്സ് എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ വരും? 2 ലാംഗ്വേജ്, 2 ഡൊമൈൻ സബ്ജക്ട്സ്, 1 ജനറൽ ടെസ്റ്റ്. ഇങ്ങനെ 2 ലാംഗ്വേജ് 3 ഡൊമൈൻ സബ്ജക്ട്സ്, ജനറൽ ടെസ്റ്റ്, അങ്ങനെ 6 വിഷയങ്ങൾ വരെ കൊടുക്കാൻ പറ്റും എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരുന്നു. അതുപോലെ തന്നെ 3 ഷിഫ്റ്റുകളിലായിട്ട് പരീക്ഷ നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഹൈബ്രിഡ് മോഡലിലേക്ക് വരുന്നു. OMR എക്സാമിനേഷൻ വരുന്നു. 10 സബ്ജക്റ്റ് എന്നുള്ളത് 6 സബ്ജക്റ്റിലേക്ക് ചുരുങ്ങുന്നു. സബ്ജക്റ്റിൻ്റെ പ്രിഫറൻസ് കുറയുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന സ്വഭാവത്തിൽ ഷിഫ്റ്റുകളിലായിട്ട് പരീക്ഷ നടത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് അറിയിച്ചിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ എക്സാം വിൽ ബി മോഡറേറ്റ് എന്നുള്ളതാണ്. മോഡറേറ്റ് മോഡ് ഓഫ് എക്സാമിനേഷൻ ആയിരിക്കും സംഘടിപ്പിക്കുക ടു റെഡ്യൂസ് സ്ട്രെസ്. വലിയ സ്ട്രെസ് കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം. ഇത് ഈ പറയുന്ന എക്സാമിനേഷനെ ബാധിക്കുന്ന കേസാണ്. അതുകൊണ്ട് ഈ പറയുന്ന സ്ട്രെസ് കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി എക്സാമിനേഷൻ്റെ ഒരു ലെവൽ ഓഫ് എക്സാമിനേഷൻ്റെ ലെവൽ നിങ്ങൾക്കറിയാം. ഓൾറെഡി ഹയർ സെക്കൻഡറി ലെവലിലുള്ള +2 ലെവലിലുള്ള സബ്ജക്ട്സ് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റിലേക്ക് വരുന്ന സമയത്ത് അതിൽ തന്നെ മോഡറേറ്റ് ലെവൽ ഓഫ് എക്സാമിനേഷനിൽ ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുക്കുക എന്നുള്ള അപ്പുറത്തേക്ക് കുട്ടികൾക്ക് അവർക്ക് ഈ പറയുന്ന എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ലഭിക്കുന്ന സ്വഭാവത്തിലുള്ള മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ വർഷത്തെ മാറ്റങ്ങളായിട്ട് പറയുന്നത്. അപ്പം മെയ് മാസത്തിലാണ് പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഫെബ്രുവരി 19 തീയതി മുതൽ അപേക്ഷ ക്ഷണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മാസം, മാർച്ച് മാസമൊക്കെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയമായിരിക്കും. ആ സമയത്ത് ഏത് കൊടുക്കണം, ഏത് ഓപ്ഷൻ എടുക്കണം, ഏത് ഡൊമൈൻ സബ്ജക്റ്റ് എടുക്കണം, ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾക്ക് പെപ്പിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ കൃത്യമായ സമയങ്ങളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എത്തിച്ചേരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ കാര്യങ്ങളോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കുകയും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വർഷം CUT UG 2024 എക്സാമിനേഷൻ എഴുതാൻ നിൽക്കുന്ന എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.